ഇന്ന് നമ്മുടെ അരുണിമക്കുട്ടിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മുടെ അരുണിമക്കുട്ടി എന്ന് പറഞ്ഞാൽ ബാക്ക് പാക്കർ അരുണിമ. ഓരോ രാജ്യങ്ങളും ചുറ്റി സഞ്ചരിക്കുന്ന ഒരു മിടുക്കിയായ പെൺകുട്ടി. മിടുക്കി എന്ന് വേണം പറയാൻ കേട്ടാ. അരുണിമേരെ അത്ര കഴിവ് ഞാൻ വേറൊരു പെൺകുട്ടിക്കും കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവൾ ആ ധൈര്യത്തിന് കൊടുക്കണം. 41 രാജ്യങ്ങൾ ഈ പെൺകുട്ടി ചുറ്റിക്കറങ്ങുകയും അത് ഓരോ അനുഭവങ്ങളുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ അരുണിമ പോകുമ്പോഴും ഓരോ അനുഭവങ്ങളുണ്ട്. അതെല്ലാം അരുണിമയുടെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാവരെയും അറിയിക്കുന്നതാണ്. ഞാൻ അരുണിമയുടെ സബ്സ്ക്രൈബാണ്, ഞാൻ കാണാറുണ്ട്. ഈ ഇടയ്ക്ക് അമേരിക്കയിൽ ഈ കുട്ടി യാത്ര ചെയ്യുകയാണ്. പിന്നെ അപ്പോഴേ ഇതിന് മുൻപേ ജോർജ് എന്ന് പറയുന്ന ഒരു 70 വയസ്സായ ഒരു ഇച്ചിരി പ്രായമുള്ള ആളുമായിട്ട് 4 മാസം കൊണ്ട് ഈ കുട്ടിക്ക് ഇൻസ്റ്റ വഴി പരിചയമുണ്ട്. ആ ആളിന് മക്കളും കൊച്ചുമക്കളും അങ്ങനെയൊക്കെ ആയ ഒരാളാണ്. പക്ഷേ അരുണിമയോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഒരു മോളെ പോലെയാണ്. ഈ അരുണിമ അമേരിക്കയിലോട്ട് അങ്ങോട്ട് വരുന്ന കാര്യം പറയുക. ഈ ജോർജ് എന്ന് പറയുന്ന ആള് ഫാമിലി ആയിട്ട് അമേരിക്കയിലാണ് താമസം. മക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് അമേരിക്കയിലാണ് താമസം. അപ്പം ഈ അരുണിമ ഇങ്ങനെ പറയണേ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അമേരിക്കയിലോട്ട് എന്ന് പറയുകയും ഈ അരുണിമ അമേരിക്കയിലോട്ട് പോയി അവിടെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി അയാളെ വീട്ടിലോട്ട് ഇയാൾ ക്ഷണിക്കുകയും അരുണിമ ഈ ജോർജ് എന്ന് പറയുന്ന ആളിൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അയാൾ തന്നെ എയർപോർട്ടിൽ നിന്ന് വിളിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെയൊക്കെ ഈ അമേരിക്കയൊക്കെ കുറേയൊക്കെ ഒന്ന് അങ്ങോട്ട് ചുറ്റിക്കറങ്ങി കണ്ട് ഈ ജോർജ് എന്ന് പറയുന്ന ആൾ തന്നെയാണ് അവിടെ മൊത്തം ഫുള്ള് അവിടെയൊക്കെ കൊണ്ട് കറങ്ങിയൊക്കെ കാണിച്ചു. അതുപോലെ അരുണിമയ്ക്ക് ഫുഡുകളെല്ലാം കൊടുക്കുകയും പിന്നെ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമായിരുന്നു. അപ്പം ഇതിനിടയിലാണ് ജോർജ് എന്ന് പറയുന്ന ആള് അവരെ മോള് പറയുന്നുണ്ട് 20 വയസ്സാകണ്ട. ഇനി മോളാണോ എന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയാലും പറയണ്. പിന്നെ തിങ്കളാഴ്ചയിലന്ന് അങ്ങനെ പോണ കാര്യം ഇതുപോലെ കൊച്ചുമക്കളൊക്കെ വരുന്നുണ്ട്. ഇവിടെ കൊച്ചുമക്കളോ അവരെ കൂട്ടുകാരോ ആരൊക്കെ നാളെ വരികയാണ്. അപ്പോൾ എല്ലാവരും കൂടി അവിടെ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും പറഞ്ഞത്. പക്ഷേ ആ ജോർജ് എന്ന് പറഞ്ഞ ആള് തന്നെ അവിടെ താമസിക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്നാണ് അറിയണത്. മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ ഇപ്പോൾ വിശേഷിച്ച് ഈ അമേരിക്കയിലൊക്കെ അവർ തന്നെ ഈ ബന്ധുക്കാർ തന്നെ ഇപ്പം അവിടെ സെറ്റിലാണ്. അവരെ വീട്ടിൽ ചെല്ലണമെങ്കിൽ തന്നെ അവിടെ വാടക കൊടുത്തൊക്കെയാണ് കിടക്കുക. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ അമേരിക്കയിൽ താമസിക്കുന്നു. ഞാനും ഇവിടെ വാടക കൊടുത്ത് കിടക്കണം എന്നാണ്. അപ്പം അയാൾ അത്രയും ഒരു ഇതായിട്ടായിരിക്കും ആ മനുഷ്യൻ അവിടെ കിടക്കണത്. അപ്പം അതിൻ്റെ ഇടയിൽ ആ മനുഷ്യൻ്റെ കീഴിലല്ലേ ഈ പെൺകുട്ടി ചെന്ന് അവിടെ കിടന്നത്. അരുണിമ അവിടെ 4 ദിവസം നിൽക്കുകയും എന്നിട്ട് അപ്പം ഈ വേറെ കൊച്ചുമക്കളെ കൂട്ടുകാരോ അങ്ങനെ ആരൊക്കെ കുറേ പേര് വരുന്നുണ്ട് എന്ന് അരുണിമയോട് അറിയിക്കുകയും വേറെ എവിടെയെങ്കിലും അക്കോമഡേഷൻ നോക്കാനായിട്ട് പറയും. നല്ലതുപോലെ ഈ മനുഷ്യൻ പറയുന്നുണ്ട്. ഒന്ന് സ്ഥലം മാറി വേറെ എവിടെയെങ്കിലും ഒന്ന് നോക്കാനായിട്ട് അരുണിമയോട് പറയുകയും അരുണിമ എന്തോ ചെയ്യുന്നു. അപ്പം അരുണിമയ്ക്ക് അത് ദേഷ്യമായി. അരുണിമ പിറ്റേന്ന് അന്ന് ആ രാത്രി അവിടെ നിന്ന് ഇറങ്ങാൻ ഈ ജോർജിൻ്റെ മോളെ ആരും പറയുന്നില്ല. ആ വീഡിയോയൊക്കെ പുറത്ത് വന്നായിരുന്നല്ലോ, അവരാരും പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ സ്ഥലം നോക്കാനായിട്ട് തലേ ദിവസം രാത്രിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സമയം 12 മണി സമയത്താണ് ഇതിങ്ങനെ പറയണത്. അപ്പം എവിടെയൊക്കെ ഈ അരുണിമ എവിടെയൊക്കെ സ്ഥലമൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടിട്ട് അവിടെ വന്ന സമയമാണ്. ആ സമയത്താണ് ഈ ജോർജ് എന്ന് പറയുന്ന ആള് അതിനെ ആരൊക്കെ കുട്ടിയോ ആരാണ് 20 വയസ്സായ മോളാവാൻ സാധ്യത, മോളായിരിക്കും. അങ്ങനെ അവർ പറയുന്നുണ്ട്. ഇത് ഞാൻ നാളെ പോവാനായിട്ടാണ് ഇരുന്നത്. അരുണിമ വേഗം സാധനങ്ങളും എല്ലാം കൂടെ വാരി കെട്ടി കരഞ്ഞു കണ്ണീരങ്ങോട്ട് ഒഴിപ്പിച്ച് കുറുക്കു വിളിയായി അരുണിമ. എന്നിട്ട് അങ്ങോട്ട് അരുണിമ പ്രസംഗിക്കുന്നുണ്ട്. അത് നിങ്ങൾ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇറങ്ങിയാണ്. അപ്പം അവർ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങാൻ പറഞ്ഞതല്ല അരുണിമ ഇപ്പം ഈ 12 മണി സമയത്ത് ഇറങ്ങരുത്. നാളെ രാവിലെ പൊയ്ക്കോളൂ. നാളെ രാവിലെ വേറെ എവിടെയെങ്കിലും മാറുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പം ഒരുമാതിരിയില്ല മണ്ടനാക്കിക്കൊണ്ട്
ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനെയും അവരെ വീട്ടുകാരെയൊക്കെ കളിയാക്കിക്കൊണ്ട് പിന്നെ അരുണിമ തോന്നിയത് ഞാനിപ്പോൾ ഇറങ്ങും എന്നുള്ള ഒരിതിൽ എല്ലാം വാരിക്കെട്ടി ഇതാ പോടാ പോകും. വാരിക്കെട്ടി ഇറങ്ങിയതും പോരാഞ്ഞിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി അവരെ മുറ്റത്തോട്ട് ഇറങ്ങി നിന്നും കൊണ്ട് ആ വീട് മൊത്തത്തിലെടുത്ത് വീഡിയോ പിടിച്ച് മൊത്തത്തിൽ പ്രചരിപ്പിച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ റീച്ചിന് വേണ്ടിയിട്ടും വ്യൂവും റീച്ചും കിട്ടുമല്ലോ. അപ്പം ഇവരെ കുറിച്ച് തരം താഴ്ത്തി പറയണ രീതിക്ക് അരുണിമ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി നിന്നും കൊണ്ട് ഓരോ വാക്കുകൾ പറയുന്നുണ്ട്. അത് ചെയ്തത് ശരിയാണോ? അത് ചെയ്തത് ശരിയല്ല. അല്ലെങ്കിൽ പോട്ട് 4 ദിവസം അവർ ഫുഡ് കൊടുത്തില്ലേ, അവരത്രയും കൊണ്ട് നടന്നില്ലേ, അവർ സുരക്ഷയായിട്ട് ഒരു ഇടം കൊടുത്തില്ലേ. അപ്പം ആ ഇടം കൊടുത്തതിൻ്റെ നന്ദിയാണ് ഈ അരുണിമ കാണിച്ചത്. നന്ദി എന്ന് പറയാനും പറ്റില്ല, നന്ദികേടാണ് ഈ അരുണിമ കാണിച്ചത്. ആ മനുഷ്യന് ഒരുപാട് വിഷമായി. അപ്പോഴതിൻ്റെ ഇതെല്ലാം വീഡിയോ പിടിച്ചെടുത്തായിരുന്നു. ഈ അരുണിമേരെ രംഗങ്ങളും അവിടെ കിടന്ന് കഴഞ്ഞു മെഴുകുന്നതും അവരിങ്ങനെയാണ് പറയണത്. ആരോ അവിടെ വീഡിയോയിൽ പകർത്തി അത് പബ്ലിക്കാക്കി. ഇതാണ് അവിടെ നടന്നത്. ആ മനുഷ്യനെ വിചാരിക്കാത്ത എന്തായിരുന്നു? ആ ആളൊരു പാവം ആളായിരുന്നു. ശരിയാണ്, അവരെ കൊച്ചുമക്കളൊക്കെ അവരെ ചിലപ്പം വേറൊരു രീതിക്കായിരിക്കും. അവൾ പറയുന്നുണ്ട് അയാൾക്ക് നല്ല സ്നേഹമായിരുന്നു. ഈ ജോർജ് എന്ന് പറഞ്ഞ ആള് വെറും പാവമാണ്, നല്ല സ്നേഹമാണ്. ഈ പെൺകുട്ടി പിന്നെ ഇത്രയും 41 രാജ്യം സഞ്ചരിച്ചെന്ന് പറയുന്നത്. 41 രാജ്യത്ത് പോയ പെൺകുട്ടി ഒരേ പാതിരാത്രിയൊക്കെ ഒരേ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് കയറണതും. അപ്പം ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടി ഈ ഒരു നിസ്സാര കാര്യത്തിന് കരയണമെങ്കിൽ അല്ലെങ്കിൽ വേറൊന്നും വേണ്ട, ശരി ഞാൻ നാളെ രാവിലെ പോവാം, ശരിയാണ്, അപ്പം മറ്റുള്ളവരൊക്കെ വരണം, അതിനെ അവിടെ കരഞ്ഞ് വിളിച്ച് മെഴുകി. അപ്പം ഈ അരുണിമ പറയുന്നുണ്ട് എൻ്റെ യൂട്യൂബ് വരുമാനത്തിൽ നിന്നാണ് ഞാൻ യാത്ര ചെയ്യണത്. അപ്പോഴിപ്പോൾ കുറച്ചുകൂടെ വരുമാനമായിട്ടുണ്ടല്ലോ, ഇത്രയും റീച്ച് കൂടി വന്നല്ലേ, ഇപ്പോൾ കുറച്ചുകൂടെ വരുമാനമായി. പക്ഷെ അവർക്ക് ആ ഒരു കുടുംബത്തിന് നാണക്കേടായി. അവരെ അങ്ങ് ആക്ഷേപിക്കും കണക്കാണ് ഇറങ്ങി നിന്നും കൊണ്ട് വീഡിയോ എടുത്ത് പബ്ലിക്കായിട്ട് ഇട്ടത്. ആ ചെയ്തതൊട്ട് ശരിയായില്ല. അതിനെനിക്ക് ന്യായീകരിക്കാനും പറ്റില്ല. ഞാൻ പിന്നെ അരുണിമേരെ വീഡിയോ എല്ലാം കാണാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ യാത്ര ചെയ്യുന്ന ഓരോ ഭാഗങ്ങളും ഞാൻ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ അരുണിമേരെ ഈ വീഡിയോ കാണുന്നവരെയൊക്കെ മണ്ടന്മാരാക്കി എന്നുള്ളൊരിതാണ് എല്ലാവർക്കും പറയാനുള്ളത്. ആ ചെയ്തതൊട്ട് ശരിയായില്ല. പിന്നെ അവിടെ എന്തിനാണ് വേറെ എന്തെങ്കിലും അനുഭവം ഉണ്ടായാൽ അയാൾ നല്ല മനുഷ്യനാണ്, ഒരു അനുഭവം ഉണ്ടായില്ലെന്നാണ് അരുണിമ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് കരഞ്ഞിട്ടും വിളിച്ചിട്ടും കാര്യമുണ്ടോ? അരുണിമയ്ക്ക് റീച്ച് കിട്ടി, റീച്ചും വ്യൂവും കിട്ടി. അത് തന്നെ വലിയ കൂടുതലായിട്ടായിരിക്കും അരുണിമ കരുതുന്നത്. റീച്ചും വ്യൂവും കിട്ടിയില്ലേ.